ശരിക്കും പറഞ്ഞാൽ അത് ഞാനും അമ്മടിയും കൂടി അറിഞ്ഞുള്ള ഒരു കറക്കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ? കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമെന്റെ വേലായൻകുട്ടി. ഈ ഭൂമി ഒരു കറക്കമ്പനി അല്ലേ നബിടി? ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ. അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത്. എന്നോട് കളിക്കണ നാണക്കേട് കാണിക്കുന്നത്. എന്റെ മോൾക്കൊരു കല്യാണം വന്നാൽ കലകരിമിനാര്? എന്താ ആലോചന? 3-4 തറവാട്ടുകാർ വന്ന് നേരാ. അവരെ കാണിക്കാൻ നിങ്ങൾ എന്തിനാ വെറുതെ ആരാന്റെ പിണ്ടവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്? അത് ശരി. അപ്പൊ ഈ നീശയിലാവാസം എടുത്തോണ്ടോടി ആനച്ചങ്ങല അതായിരുന്നു അല്ലേ? സംഗതി നേരാ. ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധം കുട്ടിക്ക് ബുക്കിലാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേരും പറഞ്ഞ് നീ എന്റെ കൈക്കൂലി വാങ്ങിച്ചില്ല ചെറ്റേ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ? വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈക്കൂലി എന്നല്ലോ. ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാൻകുട്ടി അമ്മയും മുഹബത്തിലാണെങ്കിൽ അവര് കെട്ടും. അതിനൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ, അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ്. അത്രയല്ലേ ഉള്ളൂ. മേനോനത് പുല്ല. ഇതാണ് അമ്പലപ്പറമ്പ്. ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം. നാളെ കാലത്തെ 9 മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും. പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മിണിക്കുട്ടി ദേ ഇതിലേ കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായുധൻകുട്ടിയുടെ അടുത്ത് വരും. വേലായുധം കുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വായനശാലയുടെ അകത്തിരിക്കാം. അതെങ്ങനെ? 9 മണിക്ക് വായനശാല തുറക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറഞ്ഞു നിൽക്കാം. പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത്. ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം. എന്നാ പിന്നെ കയറി നിലയ്ക്ക് മുഴുവൻ ചെത്തിട്ട് ഇറങ്ങില്ല. പറയണേ അങ്ങോട്ട് കേക്കടോ. ഇപ്പൊ താൻ കയറുന്നത് ചെത്താനല്ല, ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ. അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ? ഞാൻ തെങ്ങുമ്മല്, അമ്മിണിയും വേലായുധം കുട്ടിയും വായനശാലയ്ക്കടുത്ത്. ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു. ഉബൈദ് സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായുധൻകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. എല്ലാവരും കയറുന്നു. ഞാനൊരു 60-80 കത്തിച്ചു വിടുന്നു. നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു, മടങ്ങുന്നു. സാക്ഷികള് ഒരു 2 പേര് പോരെ? മാതിയിടോ, ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക. അപ്പോ നാളെ രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു. ആദ്യം അമ്പലം. സൂക്ഷിക്കണേ മോളെ. അച്ഛൻ അറിയുമ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മോള് സമാധാനമായിട്ട് പോകും. എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായി? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. അല്ല, ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ചേട്ടാ. അതാ. വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട. ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ? എനിക്ക് ധൃതിയില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്? മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പുറം യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. സത്യം പറഞ്ഞാ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവര് പുറപ്പെട്ടു കഴിഞ്ഞ്. വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ. പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലുമ്പോ കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നള്ളു. എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു നോക്കണത്.
അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. പോടാ, ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ വേലൻകുട്ടി മോനെ കൈ. വണ്ടി എടുക്കാൻ പറ്റില്ല, കേരള വണ്ടി സ്റ്റാർട്ടാവണില്ല. ജീവനോടെ പോല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനങ്ങളാ. ഞാൻ ഓടിയിട്ട് എത്തണില്ല. ഇത് വഴി കൂടുതലായോ? എന്തിനാ മോനെ? എന്താ മോനെ? ഞാൻ ഒന്ന് ഇപ്പൊ വരാം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ ഇവിടെ പോഴി. നിന്നെ വേണ്ട, ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടെയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധിയില്ലാന്ന് വിചാരിച്ചോടി. നടകൾ നിന്നെ മാറി നിൽക്കാൻ. നീയാണ് ഇവളുടെ ഗുണകാംക്ഷ. അറിയാം, എനിക്കെല്ലാം എന്റെ മാനം നീ എല്ലാരും കൂടെ എന്നെ മോളെ കൊന്നു. ശവം തിന്നുന്ന പട്ടിയുടെ മിണ്ടരുത്. എടാ ദ്രോഹി, അവള് നിനക്ക് എത്ര ചോറ് വിളമ്പി തന്നിട്ടുണ്ട്? ഇത്ര അതെല്ലാം ദഹിച്ചോ? നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഏതായാലും നിന്ന് കത്ത് കണ്ടു. ഇനി അതിൽ എണ്ണ ഒഴിക്കണ്ട.
ചത്തോ? നീ ആരാടാ അത് ചോദിക്കാൻ? ചത്താ കുഴിച്ചിടും, എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും. ഉള്ള സൗജന്യം വാങ്ങാൻ അപ്പ വരുന്നതല്ലടാ നല്ലത്. നീ പോടാ. പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ചെറുപ്പമാ. ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ, അത് കഴിഞ്ഞേ അമ്മാവൻ വരൂ. അതാ കൈവയ്ക്കാത്തത്. എന്നെ നീ അധികം വിളയരുത് അമ്മാവാ. നിങ്ങളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെപ്പിക്കാതെ അമ്മിണിക്കുട്ടി വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം. അവക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവളുടെ ദേഹ തുരിതരി മണ്ണ് വീണാ നിങ്ങൾ അഴിയണ്ണും, ഞാൻ എണ്ണിക്കും. വേലായുധം കുട്ടിക്ക് അമ്മണിയോട് സ്നേഹ, അമ്മണിക്ക് വേലായുധം കുട്ടിയോടും. എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ? ഈ ദുഷ്ടന് സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങളുടെ കുറ്റ? നിങ്ങളെ ഞാൻ പാടാ മോനെ, ഈ പഴട്ടയോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? കൊണ്ട് പോടാ. എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു. കാക്കാശിന് വകയില്ലാത്ത തെണ്ടി. അമ്മണിയെ കെട്ടിയ പിന്നെ സുഖായില്ലേ? ഇഷ്ടം പോലെ നിലം, ഇഷ്ടം പോലെ നാളികേരം, കേറി കിടക്കാൻ വീട്, കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക്. അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം? നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ താലിയെ പണയം വെക്കൂ, നിന്റെ തന്തയെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല. തന്റെ മോനോട് ഒരു കത്തിയും വാങ്ങി പോയി ചെരക്കാൻ പറ. 2 ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടിക്കൊടുക്ക്, അവനൊന്ന് പഠിക്കാലോ. പോട്ടറാ, ഇതൊന്നും സാരമാക്കണ്ട. നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ, വാടാ വരി. എനിക്ക് മടുത്തു പോയത്. ഈ കളി അവസാനം അമ്മണിക്കുട്ടിയെ കണ്ണീര് കുടിപ്പിക്കുകയുള്ളൂ. ഈ പോയൊരു വക്കീലിലേക്കാണ്, എന്നിട്ടൊരു കേസ് കൊടുക്ക്. അമ്മണിക്കുട്ടിയെ മേനോൻ തന്നെ കൊണ്ടുവന്ന് തരും. അറിയാഞ്ഞിട്ടല്ല, അവസാനം അമ്മാവനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കാനാ. ഒരു 5000 റുപ്യ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒന്ന് തുടങ്ങാന്ന് വെച്ചാ അതിനൊരു വഴി കാണുന്നില്ല. ഉബൈദിന്റെ കൂടെ ഞാനും കൂടട്ടെ. നമുക്ക് 2 സിന്ധി പശുക്കളെ വാങ്ങാം, ഒരു കൂട്ടുകൃഷി. ഈ വേണ്ടാത്ത ഹലാക്കൊന്നും ചെയ്യല്ലേ. നമ്മൾ തന്നെ ഇവിടെ ചാണകത്തിൽ മുങ്ങി കിടക്കുക. ഈ ബേജാറാവണ്ട, വഴിയുണ്ട്. ഈ ആളെ അനക്ക് ഓർമ്മയുണ്ടാ? ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അഡ്രസ് അല്ലേ? അതെ, എന്റെ അനിയൻ കുഞ്ഞിക്കാരന്റെ കർത്താവ്. അവനിപ്പോ പഴനിയില്ല. അവിടുന്ന് പണ്ടങ്ങാണ്ട് അവൻ എഴുതായത്. നിങ്ങളൊന്നും വലിയ ലോഹ്യത്തിലായിരുന്നില്ലേ? വേലാൻകുട്ടിക്ക് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? ഈ നേരെ പഴനി ചെല്ലണം, കുഞ്ഞിക്കാരനെ കാണണം, ഓനോട് കാര്യങ്ങൾ മുഴുവൻ പറയണം. ഓൻ നിനക്കൊരു പണിയാക്കി തരും, ഉറപ്പാ. ഞാൻ കുഞ്ഞിക്കാരനെ കണ്ടിട്ട് നാള് കുറയായി. അവൻ പഴനിയിലാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതുവരെ അവനൊരു കത്ത് പോലും അത് അയച്ചിട്ടില്ല. സാരമില്ലടൂ. ഈ സ്നേഹം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാ. കൂടെ കൂടെ പുതുക്കാൻ ഉള്ള 5000 വെച്ച് ഇവിടെ വല്ല നക്കാപ്പിച്ച ബിസിനസ് തുടങ്ങിയ ആർക്കും, പ്രത്യേകിച്ച് കുടുംബക്കാർക്കും ഒരു വിലയുണ്ടാവില്ല. നേരെ മറിച്ച് 5000 കൊണ്ട് മറുനാട്ടിൽ പോ, കക്കൂസെങ്കിൽ കക്കൂസ് കഴി ജീവിക്ക്. എന്നിട്ട് ആണ്ടിരിക്കും 4 ദിവസം ലീവിന് പോവാ, ഷൈൻ ചെയ്യ്. ശങ്കരൻകുട്ടി മേനല്ല, ഓന്റെ ബാപ്പ വരെ എന്നോട് സലാം പറയും. അതാണ് മനുഷ്യൻ. ഒരു കാര്യം എനക്ക് ഉറപ്പാ, അന്റെ പോക്ക് വെറുതെ ആവില്ല. കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടാ. ഓൻ അവിടെ ഒരു ലെതർ ഫാക്ടറി സൂപ്പർവൈസറാ. അതെനക്കറിയുമോ? ഞാൻ പോണെന്ന് തന്നെയാണ് ഉപയോഗ പറയുന്നത്. പോണം. ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാ. പടച്ചോൻ കാക്കും. എന്തായാലും ഉബൈദ് പറഞ്ഞത് 100 വട്ടം ശരിയാ. വല്ലതും ചെറിയ തോതിൽ അന്യനാട്ടിൽ തുടങ്ങിയാല് അത് ചെറുതായാൽ തന്നെയും ആരും അറിയില്ല, ശല്യവും കുറഞ്ഞു കിട്ടും. അവന്റെ ലെതർ കമ്പനിയിൽ അവൻ നിനക്ക് ജോലി ശരിയാക്കി തരുമോ? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. ഉബൈദ് പറഞ്ഞപ്പോ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ഒത്ത ഒരു ജോലി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി. 5000 കയ്യിലുണ്ടല്ലോ, ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടിട്ട്. ലെതർ കമ്പനി ആവുമ്പോ സ്പോർട്സ് കോട്ട കാണും. കുഞ്ഞിക്കാരൻ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അവൻ ആ വഴിക്കായിരിക്കും അകത്ത് കടന്നത്. നീ നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അമ്മിണിക്കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും വിലാസിനിന്റെ കൂടെ. നീ ധൈര്യമായിട്ട് പോ. നിന്നെ വിളിക്കുന്നത് പഴനി ആണ്ടവനാടാ. കുഞ്ഞിക്കാതൊരു നിമിത്തം മാത്രം. നീ നന്നായി വരും, നന്നായി വരും. ഹര ഹരോ ഹര.